ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജിയില്ലാതെ തന്നെ 29 ദിവസം നീണ്ട സമരം തീർന്നു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റി യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാം എന്ന് സർക്കാർ ഉണ്ടാക്കിയ കരാറിനെ തുടർന്നാണ് ലോ അക്കാദമി സമരം അവസാനിച്ചത്. കരാർ ലംഘിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് രേഖാമൂലം ഉറപ്പു നൽകി. തിങ്കളാഴ്ച കോളേജ് തുറക്കുമെന്ന് ഡയറക്ടർ നാരായണൻ നായർ പറഞ്ഞു. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായ തകർത്ത് കൈവിട്ടുപോയ സമരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാർ ഉറപ്പു നൽകിയാൽ വഴങ്ങുമെന്ന് സമരക്കാരും തീരുമാനിച്ചതിനാൽ എല്ലാം ശുഭമായി. ലോ അക്കാദമിയിൽ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതായ ഇന്നത്തെ പത്രപരസ്യം സമരം അവസാനിപ്പിക്കുവാനുള്ള ഇടതുമുന്നണിയുടെ അണിയറ നീക്കമായിരുന്നു. അതിനാൽ രാജി എന്ന വാക്കിൽ തട്ടി ചർച്ച ഉടക്കില്ലെന്ന ധാരണ നേരത്തെ ഉണ്ടായി. 1.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റി പകരം സർവകലാശാല നിയമപ്രകാരം എല്ലാ യോഗ്യതയുമുള്ള പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്ന കാര്യം യോഗ തീരുമാനമായി കൈക്കൊണ്ടു. മാനേജ്മെന്റ് വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് അക്കാദമി ഡയറക്ടർ ഡോക്ടർ സി നാരായണൻ നായർ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ ഒപ്പിട്ട രേഖയിൽ സമ്മതിച്ചു. വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടും എന്ന് ആ കരാറിലുണ്ട്. കരാറില്ലെങ്കിലും സർക്കാർ ഇടപെടും. പ്രിൻസിപ്പലിനെ മാറ്റുന്നതിലും തുടർ ഇടപെടലിനും സർക്കാർ സമ്മതിച്ചതിനാൽ സമരം പിൻവലിച്ചതായി സമരരംഗത്തുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രഖ്യാപിച്ചു. ഇവിടെ സെമി ഫൈനലിൽ തോറ്റ ആളുകളും ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി ഞങ്ങൾ നടത്തിയ സമരമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. മാനേജ്മെന്റുമായി ഒത്തുതീർപ്പുണ്ടാക്കി നേരത്തെ സമരം പിൻവലിച്ച SFIയും ഇന്ന് ധാരണയിൽ ഒപ്പുവെച്ചു. SFI നേടിയ വിജയത്തിന്റെ അപ്പുറം ഒരു വിജയം പോലും ഈ സമരത്തിന്റെ ഭാഗമായി നേടിയെടുക്കാൻ മറ്റൊരു വിദ്യാർത്ഥികൾക്കും സാധിച്ചിട്ടില്ല. ലക്ഷ്മി നായരെ മാറ്റുകയാണ് ഉണ്ടായതെന്നും രാജിയല്ലെന്നും സി നാരായണൻ നായർ വ്യക്തമാക്കി. ഈ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അവർ മതിയാക്കാൻ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. രാജിയില്ല. സമരം തീർന്നതിനാൽ ലോ അക്കാദമി തിങ്കളാഴ്ച തുറക്കും. സമരം അവസാനിച്ചതോടെ കെ മുരളീധരൻ MLA യും BJP നേതാവ് VV രാജേഷും നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അക്കാദമി സമരം ആരുടെ വിജയമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ്, KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്, AYF സംസ്ഥാന പ്രസിഡന്റ് R സജിലാൽ, അക്കാദമി വിദ്യാർത്ഥിനി ആര്യ V ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.